കഴിഞ്ഞ ദിവസം റിയൽമി ഇന്ത്യയിലെ ഏറ്റവും വില കുറഞ്ഞ കർവ്ഡ് ഡിസ്പ്ലേ ഉള്ള സ്മാർട്ട് ഫോൺ അവതരിപ്പിച്ചിരുന്നു. റിയൽമി 10 Pro Plus എന്ന പേരിൽ നമ്മൾ ഇതിന്റെ വീഡിയോ അപ്ലോഡ് ചെയ്താണ്, കണ്ടിട്ടില്ലാത്തവർ കാണാം. അടിപൊളി വാല്യൂ ഫോർ മണി സ്മാർട്ട് ഫോൺ ആയിരുന്നു. അപ്പോൾ അതിന്റെ വില എന്ന് പറയുന്നത് 24,999 രൂപയാണ്. അപ്പോൾ അത്രയും പ്രൈസ് ഒരു സ്മാർട്ട് ഫോണിന് വേണ്ടി മുടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടി റിയൽമി മറ്റൊരു ഓപ്ഷൻ കൂടി ഈ ഒരു 10 സീരീസിൽ നൽകിയിട്ടുണ്ട്. റിയൽമി 10 Pro എന്ന പേരിൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയുടെ അൺബോക്സ് ചെയ്യുന്ന റിയൽമി 10 Pro എന്ന് പറയുന്ന ഈ ഒരു സ്മാർട്ട് ഫോണാണ്. നമുക്കപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോൺ അൺബോക്സ് ചെയ്യുന്നത് എന്തൊക്കെയാണ് ഫോണിന്റെ വിശേഷങ്ങൾ പരിശോധിക്കാം. ആദ്യം പറയട്ടെ, ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ബേസ് വേരിയന്റ് വില എന്ന് പറയുന്നത് 19,000 രൂപയാണ്. 19,000 രൂപയ്ക്ക് എത്രത്തോളം വർത്താണ് ഈ ഒരു സ്മാർട്ട് ഫോൺ നോക്കാം. സാധാരണ റിയൽമിയുടെ ടിപ്പിക്കൽ മഞ്ഞ ബോക്സിനകത്ത് ഇവിടെ 10 Pro എന്നൊക്കെ എഴുതി വന്നിരിക്കുന്നു. 5G സ്മാർട്ട് ഫോണാണ്. അതുപോലെ തന്നെ ഇതിന്റെ മുൻഗാമിയായിട്ടുള്ള റിയൽമി 9 പ്രോയിൽ നിന്ന് എന്തൊക്കെ വ്യത്യാസങ്ങൾ ഉണ്ടെന്നും ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാം. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ബേസിൽ ഇവിടെ എ ഗ്രേറ്റ് സ്റ്റോറി സിൻസ് ദ ഫസ്റ്റ് ലീപ്പ് എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ റിയൽമി എന്ന് ഇവിടെ എഴുതിയിരിക്കുന്നു. ഈ ഒരു പേപ്പർ ബോക്സിനകത്ത് ഒന്നുമില്ല, കാണാപ്പാടമാണ്. സാധാരണ പോലെ തന്നെ യൂസർ മാനുവൽ, വാറന്റി കാർഡ് ഇൻഫോർമേഷൻ, അതുപോലെ സിം ഇജക്ടർ പിൻ, അതുപോലെ ഇതിന്റെ ഒരു ബാക്ക് കേസ് കൊടുത്തിട്ടുണ്ട്. ഗ്രേ ടോൺ ഉള്ള, അതായത് ഒരു ഡാർക്ക് ടോൺ ഉള്ള ബാക്ക് കേസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഫോൺ സ്ക്വയർ ഷേപ്പ് ആണെന്ന് ഈ ഒരു കേസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇതായിരിക്കും നമ്മുടെ സ്മാർട്ട് ഫോൺ. അതിനകത്തേക്ക് നമുക്ക് വരാം. വേറെ എന്തൊക്കെ കൂടി ഈ ഒരു ബോക്സിനകത്തുണ്ടെന്ന് നോക്കി കഴിഞ്ഞാൽ 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ. എന്തായാലും ഈ റിയൽമിയുടെ പുതിയ നമ്പർ സീരീസ് 10 സീരീസിൽ മുതലുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവരുടെ ചാർജറിനകത്ത് വലുതായിട്ട് വാട്ട് എഴുതിയിട്ടുണ്ട്. എല്ലാ സ്മാർട്ട് ഫോണും ഇതുപോലെ അവരുടെ ചാർജറിൽ വലുതായി വാട്ട് എഴുതിയെങ്കിൽ നമുക്ക് അത് കണ്ടെത്താൻ ഒരു എളുപ്പം ഉണ്ടായിരുന്നു. എന്തായാലും 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ. അതുപോലെ ചാർജിങ്ങിന് വേണ്ടി A to C കേബിളാണ് നൽകിയിരിക്കുന്നത്. C to C അല്ല, A to C കേബിളാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ബോക്സ് കണ്ടന്റ്. നമുക്ക് പെട്ടെന്ന് ഇനി തിരിച്ച് ഫോണിലേക്ക് ഇങ്ങനെ വരാം. ഇതായിരിക്കും നമ്മുടെ സ്മാർട്ട് ഫോൺ. അതിലേക്ക് വന്നാൽ റിയൽമി 10 Pro Plusനേക്കാളും ബാക്ക് കുറച്ചുകൂടി കാണാൻ സ്റ്റാൻഡേർഡ് 10 Proയ്ക്ക് ഉണ്ടെന്ന് പറയാതെ വയ്യ. കാരണം 10 Pro Plusന്റെ ബാക്ക് സൈഡ് നമ്മൾ കണ്ടതാണ്. ഒരു കുറച്ച് ഓവർ അല്ലേ എന്ന് നമുക്ക് തോന്നും, കണ്ടില്ലേ? പക്ഷേ ആ ഒരു ഗ്ലോസി ഫിനിഷ് ഒക്കെ ഉണ്ട്. ഇവിടെ വന്നിട്ടൊരു മാറ്റ് ഫിനിഷാണ്. അതുപോലെ ഈ പറഞ്ഞ പോലെ ഒരു സ്ക്വയർ ഷേപ്പാണ് ഇത്തവണ റിയൽമി 9 Proയ്ക്ക് നൽകിയിരിക്കുന്നത്. എന്തിനായാലും റിയൽമി ഇത്തരത്തിൽ സ്ക്വയർ ഷേപ്പിൽ നിരവധി സ്മാർട്ട് ഫോണുകൾ ഇപ്പോൾ പുറത്തിറക്കി കഴിഞ്ഞു. എന്തായാലും ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇവിടെ 10 Pro Plus കാർവ്ഡ് ഡിസ്പ്ലേ ആയിരുന്നെങ്കിൽ ഇവിടെ 10 Proയിലേക്ക് വരുമ്പോൾ കാർവ്ഡ് ഡിസ്പ്ലേ അല്ല. നല്ല രസമുണ്ട് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ആ ഒരു ഡിസൈൻ, നല്ല ഭംഗിയുണ്ട്. ആ ഒരു സ്ക്വയർ ഷേപ്പ് ഇഷ്ടപ്പെടുന്നവർക്ക് എസ്പെഷ്യലി നന്നായിട്ട് ഇഷ്ടപ്പെടും. ബാക്ക് ഇതിനകത്തൊരു മഴവില്ല് പോലെ പല കളറുകൾ നമുക്ക് ഇങ്ങനെ ലൈറ്റ് ഫ്ലെയർ വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതിന്റെ തിക്നെസ് ഒരു അല്പം കൂടുതലുണ്ട്. 8.3 മില്ലിമീറ്റർ ഉണ്ട് ആ ഒരു സ്ക്വയർ ഷേപ്പ് ആയതുകൊണ്ട് തന്നെ. അതുപോലെ വെയിറ്റ് 192 ഗ്രാം ഭാരം മാത്രമേ ഉള്ളൂ ഈ ഒരു സ്മാർട്ട് ഫോണിന്. ഐഡിയൽ വെയിറ്റ് ആണ്. ഫോണിന്റെ ബാക്ക് സൈഡ് പ്ലാസ്റ്റിക് കൊണ്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. പക്ഷെ ഒറ്റ നോട്ടത്തിൽ പ്ലാസ്റ്റിക് ആണെന്ന് പറയുകയില്ല. ഇതിനോടൊപ്പം വരുന്ന കേസ് ഇട്ട് ഉപയോഗിക്കണം. കാരണം ഈ പറഞ്ഞ പോലെ പ്ലാസ്റ്റിക് ആയതുകൊണ്ട് ഇതിനകത്ത് പോറൽ വീഴാനുള്ളൊരു സാധ്യത ഉണ്ട്. അപ്പോൾ കേസ് ഇടുമ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ലുക്ക് ഇങ്ങനെയാണ്. കുറച്ച് ആ ഗ്രേ ടോൺ ആയതുകൊണ്ട് തന്നെ ആ ഫോണിന്റെ കളറൊക്കെ പിന്നെ കാണാനേ പറ്റുന്നില്ല. അപ്പോൾ ആ ഫോണിന്റെ ഭംഗി കാണണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ കേസ് ഇടാതെയും ഉപയോഗിക്കണം. പക്ഷേ കേസ് ഇടാതെ ഉപയോഗിച്ചാൽ ഫോണിന്റെ ഭംഗി വളരെ പെട്ടെന്ന് പോകും, പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ എന്ന് ഓർപ്പിക്കട്ടെ. അപ്പോൾ വലത് സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ ഇങ്ങനെ വോളിയം റോക്കേഴ്സും പവർ ബട്ടണും. ഈ പവർ ബട്ടണിലാണ് ഫിംഗർ പ്രിന്റ് സംവിധാനം കൊടുത്തിരിക്കുന്നത്. താഴേക്ക് വരുമ്പോൾ സ്പീക്കർ ഗ്രില്ല്, അതുപോലെ USB Type-C ചാർജിംഗ് പോർട്ടും, മൈക്രോഫോൺ, 3.5mm ഓഡിയോ ജാക്ക്. ഇടത് സൈഡിലേക്ക് വരുമ്പോൾ സിം ട്രേ, മുകളിൽ സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്ക്. ഇനി നമുക്ക് ആ സിം ട്രേ എങ്ങനത്തതാണെന്ന് പെട്ടെന്ന് നോക്കാം. കഴിഞ്ഞ നമ്മളുടെ റിയൽമി 10 Pro Plusനകത്ത് ഡ്യുവൽ നാനോ സിം കാർഡ് മാത്രമേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അതായത് മെമ്മറി കാർഡ് ഇടാൻ പറ്റില്ലായിരുന്നു. പക്ഷേ ഇവിടെ ഹൈബ്രിഡ് സ്ലോട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഒരു മെമ്മറി കാർഡും ഒരു സിം കാർഡ് ഒരു സമയത്ത് ഒരുമിച്ച് ഉപയോഗിക്കാം, അല്ലെങ്കിൽ 2 നാനോ സിം കാർഡുകൾ ഒരുമിച്ച് ഉപയോഗിക്കത്തക്ക തരത്തിലാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ സിം സ്ലോട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. എനിവേ ഫോൺ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. ഓൺ ചെയ്യുമ്പോൾ ഇതുപോലെ റിയൽമി എന്നും പവർഡ് ബൈ ആൻഡ്രോയിഡ് എന്നും എഴുതി കാണിക്കുന്നു. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ സെറ്റപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു. ഡിസ്പ്ലേയെ കുറിച്ച് പറഞ്ഞാൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ആദ്യം തന്നെ നമ്മൾ നോട്ടീസ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ 3 വശത്തുമുള്ള ഈ ഒരു ബസലുകളില്ലേ, വളരെ തിന്നാണ്. നോക്കി, ഇതിന്റെ ഇടയിലുള്ള ഗ്യാപ്പ്, ഈ ഫ്രെയിമിനും ഡിസ്പ്ലേക്കും ഇടയിലുള്ള ആ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് വളരെ തിന്നാണ്. എന്നാൽ താഴെ ചിഹ്നം എന്നറിയപ്പെടുന്ന ഈ ഒരു ഭാഗത്ത് ഒരു ആവറേജ് സൈസ് ഉണ്ട്. അവിടെയും കൂടെ കുറച്ച് കുറഞ്ഞിരുന്നെങ്കിൽ വേറെ ലെവലായേനെ. നമ്മൾ റിയൽമി 10 Pro Plusനകത്തുള്ള ഹൈലൈറ്റും അതായിരുന്നു, കണ്ടില്ലേ? ഈ ഒരു ബെസൽലെസ് ഡിസ്പ്ലേ, എസ്പെഷ്യലി 10 Pro Plus കർവ് ഡിസ്പ്ലേ ആയിരുന്നു. അതുപോലെ താഴത്തെ ആ ചിഹ്നൊക്കെ കണ്ടില്ലേ, വളരെ കനം കുറവാണ്. ഇത് 3 സൈഡ് ചിഹ്നം ഒഴികെയുള്ള ബാക്കി 3 സൈഡും 10 Proയിലും വളരെ തിന്നായിട്ടുള്ള ബെസലാണ് കൊടുത്തിരിക്കുന്നത്. അതൊരു വലിയ കാര്യമാണ്. ഇവിടെയും കൂടി കുറച്ചുകൂടി കുറയ്ക്കാമായിരുന്നു എന്ന് തോന്നി. എന്തായാലും മനോഹരമായിട്ടുള്ള ഡിസ്പ്ലേ ആണ്. കാരണം 6.72 ഇഞ്ചിന്റെ ഫുൾ HD+
IPS LCD ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിന് ഹയർ റിഫ്രഷ് റേറ്റ് ആയിട്ടുള്ള 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഈ ഒരു സ്മാർട്ട് ഫോണിന് കൊടുത്തിട്ടുണ്ട്. കൂടാതെ 240 ഹെർട്സിന്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും കൊടുത്തിട്ടുണ്ട്. വളരെ സ്മൂത്ത് ആണ് അതുകൊണ്ട് തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേ. അപ്പോൾ LCD ഡിസ്പ്ലേ വിത്ത് 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ആണ് ഡിസ്പ്ലേ എന്ന് നമുക്ക് വേണമെങ്കിൽ ചുരുക്കി പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെയും നമുക്ക് ഗെയിമൊക്കെ കളിക്കുമ്പോൾ കുറച്ച് ആ ഒരു റിഫ്രഷ് റേറ്റ് ഹയർ ആയിരിക്കുന്നതുകൊണ്ട് തന്നെയും മനോഹരമായിട്ടുള്ളൊരു ഫീലിംഗ് നമുക്ക് ലഭിക്കും. മാത്രമല്ല ഈ ഒരു സ്മാർട്ട് ഫോണിന് 680 നിറ്റ്സ് ആണ് ബ്രൈറ്റ്നസ്. ഓക്കെ, കാരണം Realme 10 Proയുടെ മുൻഗാമിയായിട്ടുള്ള 9 Proയ്ക്ക് 400 നിറ്റ്സ് ആയിരുന്നു ബ്രൈറ്റ്നസ്. അത് തന്നെ ഒരുവിധം സ്റ്റാൻഡേർഡ് ബ്രൈറ്റ്നസ് ആയിരുന്നു. പക്ഷേ ഇവിടെ 680 നിറ്റ്സ് ബ്രൈറ്റ്നസ് ആയിട്ട് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ബ്രൈറ്റ്നസ് ഉയർത്തിയിട്ടുണ്ട്. എന്ത് തന്നെയാലും ഡിസ്പ്ലേ ഓക്കെ ആണ്, കുഴപ്പമൊന്നുമില്ല, തകരാറ് പറയാനൊന്നും ഇല്ലാത്ത ഡിസ്പ്ലേ എന്ന് വേണം പറയാൻ. ഇനി ഇതിന്റെ യൂസർ ഇന്റർഫേസിലേക്ക് വന്നു കഴിഞ്ഞാൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു സ്മാർട്ട് ഫോൺ Realme 10 Pro Plus പോലെ തന്നെ ആൻഡ്രോയിഡ് 13 ഔട്ട് ഓഫ് ദ ബോക്സിൽ നമുക്ക് ലഭിക്കുന്നു എന്നുള്ളത് പ്രത്യേകതയാണ്. മാത്രമല്ല ഈ ഒരു സ്മാർട്ട് നോക്കി ആ ഒരു ബെസൽലെസ് ഡിസ്പ്ലേ നോക്കി നല്ല രസമില്ല. ഇപ്പോൾ ഈ ഒരു ഇത്തരത്തിൽ ഫുൾ സ്ക്രീനിൽ നമ്മളിങ്ങനെ കാര്യങ്ങൾ കാണുമ്പോഴാണ് ആ ഒരു ബെസൽലെസ് ഡിസ്പ്ലേയുടെ ആ ഒരു ക്വാളിറ്റി നമുക്ക് മനസ്സിലാകുന്നത്. മനോഹരമായിട്ടുള്ള ഒരു ബെസൽലെസ് ഡിസ്പ്ലേ. എനിവേ മാത്രമല്ല ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് Realme UI 4 ആണ് ഔട്ട് ഓഫ് ദ ബോക്സ് ലഭിക്കുന്നത്. അപ്പോൾ റിയൽമിയുടെ ലേറ്റസ്റ്റ് UI ആണ് Realme UI 4 എന്നുള്ളതും ഓർമ്മിക്കുക. എന്നിരുന്നാലും ഇതിനകത്ത് യൂസർ ഇന്റർഫേസിൽ റിയൽമി സത്യം പറഞ്ഞ ഇൻഫിനിക്സിന്റെ ചില ഫോണുകൾ പോലെ മാറിയെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. നിരവധി ബ്ലോട്ട്വെയർസുകളാണ് Realme 10 Pro Plusലും 10 Proയിലും കുത്തി നിറച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ലിങ്ക്ഡിൻ, സ്പോട്ടിഫൈ, മോജ്, ഫോൺ പേ, ജോഷ്, ഡെയിലി ഹണ്ട്, സ്നാപ്ചാറ്റ്, ആമസോൺ, ഫേസ്ബുക്ക്, ഷെയർ ചാറ്റ്, ബാക്കിയൊക്കെ റിയൽമിയുടെ ആപ്ലിക്കേഷൻ എന്ന് തന്നെയായാലും ഒരുപാട് ആപ്ലിക്കേഷൻ കുത്തി നിറച്ചിരിക്കുന്നു. അതുപോലെ ഇവിടെ ആപ്പ് മാർക്കറ്റ് എന്നും പറഞ്ഞിട്ട് ഒരു ആപ്പ് സ്റ്റോർ, റിയൽമിയുടെ തന്നെ ഒരു ആപ്പ് സ്റ്റോർ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തുനിന്ന് നമ്മൾ അറിയാതെ, നിങ്ങൾ കൃത്യമായിട്ട് ഈ ഒരു ഫോൺ സെറ്റപ്പ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ അറിയാതെ ഓക്കെ കൊടുത്ത് ആ ആപ്പ് സ്റ്റോറിനകത്ത് കുറേ ആപ്ലിക്കേഷൻ ഉണ്ട് ഇതുപോലെ ബ്ലൂടൂത്ത്, അതെല്ലാം ഇതിനകത്ത് ഇൻസ്റ്റാൾ ആയി പോകും. അത് സ്കിപ്പ് ചെയ്ത് കൊടുക്കാൻ നമ്മൾ ഇനിഷ്യൽ സെറ്റപ്പ് ചെയ്യുമ്പോൾ മറന്നു പോയാൽ തീർന്ന് കുറേ ആപ്ലിക്കേഷൻ അങ്ങനെയും വരും. എന്ത് തന്നെയായാലും ഇത്തവണ റിയൽമിയുടെ യൂസർ ഇൻ്റർഫേസ് ഈ പറഞ്ഞ 10 Pro Plusലും 10 Proയിലും ഒരുപാട് ബ്ലോട്ട്വെയർസുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് പറയാതെ വയ്യ. എന്ത് തന്നെയായാലും അതുകൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ കുറച്ചുകൂടി മനോഹരമാക്കാമെന്ന് തോന്നി. എന്ത് തന്നെയായാലും അതർവൈസ് ഓക്കെ എന്ന് വേണം ഈ ഒരു സ്മാർട്ട് ഫോണിനെ കുറിച്ച് പറയാൻ. ഇനി നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ ഫിംഗർ പ്രിന്റ് ഈ ഒരു സൈഡിലാണ് കൊടുത്തിരിക്കുന്നത്. അത് വളരെ ഫാസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. കണ്ടില്ലേ, ചെറിയ ഒരു ടച്ചിൽ തന്നെ വളരെ ഫാസ്റ്റ് ആയിട്ട് ആ ഒരു ഫിംഗർ പ്രിന്റ് അൺലോക്ക് ആകുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് ബ്ലൂടൂത്ത് വെർഷൻ 5.1 ആണ് നൽകിയിരിക്കുന്നത്. ഏകദേശം 9 5G ബാൻഡുകളുടെ സപ്പോർട്ട് ഉണ്ട്. 5G സ്മാർട്ട് ഫോൺ ആണ്. അപ്പോൾ ഇന്ത്യയിൽ വരുന്ന ഒട്ടുമിക്ക എല്ലാ 5G ബാൻഡുകളുടെയും സപ്പോർട്ട് നമുക്ക് അതുകൊണ്ട് തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ലഭിക്കും. അടുത്തായിട്ട് നമുക്ക് ഇതിൻ്റെ ഒരു ഓഡിയോ വീഡിയോ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഓഡിയോ ക്വാളിറ്റി ചെക്ക് ചെയ്യാം. നേരത്തെ പറഞ്ഞ ബ്ലൂടൂത്തിന്റെ കാര്യം പറഞ്ഞ കൂട്ടത്തിൽ ഒരു കാര്യം പറയട്ടെ, ജസ്റ്റ് ഞാനൊന്ന് വൈഫൈ കണക്ട് ചെയ്തേ ഉള്ളൂ, അപ്പോഴേ മറ്റേ ആപ്പ് മാർക്കറ്റിൽ നിന്ന് നോട്ടിഫിക്കേഷൻ വരികയാണ്, ഇന്ന ആപ്ലിക്കേഷൻ ട്രൈ ചെയ്യുമെന്ന് പറഞ്ഞ്. ഇങ്ങനെ നമ്മളെ കൊണ്ട് ചെന്ന് കുഴിയിൽ ചാടിക്കുന്ന തരത്തിൽ ഈ ആപ്ലിക്കേഷൻസ് ഇത്ര ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ശ്രമം ഈ ഒരു ഫോണിൻ്റെ ഭാഗത്ത് നിന്ന് കാണുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ വാങ്ങുന്നവർ ചെന്ന് തല വെച്ച് കൊടുക്കരുത്. ആ ആപ്ലിക്കേഷൻ ആവശ്യമില്ലാതെ ഇൻസ്റ്റാൾ ചെയ്യേണ്ട കാര്യം ഇല്ല. എനിവേ അത് ഓട്ടോമാറ്റിക് ചിലപ്പോൾ ഇൻസ്റ്റാൾ ആയി പോകും. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞത്. അപ്പോൾ നമുക്കൊന്ന് ഇതിൻ്റെ ഒരു സൗണ്ട് ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് എന്ന് നോക്കാം. ഓക്കെയാണ്, സ്റ്റീരിയോ സ്പീക്കറുകളാണ്, കുഴപ്പമില്ല, നല്ല സൗണ്ട് ക്വാളിറ്റി ഉണ്ട്, ഡീസൻ്റ് ആയിട്ടുള്ള സൗണ്ട് വോളിയം ഉണ്ട്, അതിനകത്തൊന്നും തർക്കമില്ല. അടുത്തത് വീഡിയോ ക്വാളിറ്റി. IPS LCD ഡിസ്പ്ലേ ആണെന്നുള്ളൊരു കുറവേ ഉള്ളൂ. വീഡിയോ ക്വാളിറ്റിക്ക് തകരാറൊന്നുമില്ല. വ്യൂയിങ് ആംഗിൾ കണ്ടില്ലേ, കുഴപ്പമൊന്നും ഇല്ലാത്തൊരു വ്യൂയിങ് ആംഗിൾ ഉണ്ട്. ഞാൻ തുടക്കം മുതലേ പറഞ്ഞ ഒരു പ്രശ്നം എനിക്ക് നോട്ടീസ് ചെയ്യപ്പെടുന്നുണ്ട്. ഈ പറഞ്ഞ ചിന്നെന്ന് പറയുന്ന ഭാഗം കണ്ടില്ലേ, ബാക്കി 3 ഏരിയയും നല്ല ബെസൽലെസ് ഡിസ്പ്ലേ ആകുമ്പോൾ ഈ ഒരു ചിഹ്നം നമ്മളെ പെട്ടെന്ന് അറിയുന്നുണ്ട്. സാധാരണ ഇത്രയും ചിഹ്നൊക്കെ സാധാരണ ഒരു സ്മാർട്ട് ഫോണിൽ കാണും. പക്ഷേ അവിടെയൊക്കെ ബാക്കി 3 ഭാഗത്തും ഈ പറഞ്ഞ ബെസൽ ഒരു അല്പം ഉണ്ട്. ഇവിടെ വന്നിരിക്കുന്നത് ബാക്കി 3 ഭാഗവും ബെസലസും ഈ ചിഹ്ന് നോർമൽ സൈസും വന്നപ്പോൾ ഈ ചിഹ്നം എടുത്തറിയുന്നു, അത്രയും ഒരു ഗ്യാപ്പ്. അതാണ്. അതർവൈസ് ഫൈൻ, മനോഹരമായിട്ടുള്ളൊരു ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് റിയൽമി നൽകിയിരിക്കുന്നത്. LCD ഡിസ്പ്ലേ ആണെങ്കിലും ക്വാളിറ്റിയുള്ള LCD ഡിസ്പ്ലേ തന്നെയാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ. ഇനി നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ പെർഫോമൻസ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ, കഴിഞ്ഞ Realme 9 Pro പോലെ തന്നെ Realme 10 Proയിലും പ്രോസസർ സെയിം ആണ്. സ്നാപ്ഡ്രാഗൺ 695 എന്ന് പറയുന്ന 6nm പ്രോസറാണ്, 5G പ്രോസറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നൽകിയിരിക്കുന്നത്. അപ്പോൾ 695 എന്ന് പറയുന്നത് ഒരു ട്രസ്റ്റഡ് പ്രോസറാണ്. ഒരുപാട് നമ്മൾ ഇവിടെ റിവ്യൂ ചെയ്ത സ്മാർട്ട് ഫോണുകൾ വന്നൊരു പ്രോസറാണ്. മീഡിയം പെർഫോമൻസ് കാഴ്ചവെക്കുന്ന പ്രോസറാണ്. 6nm പ്രോസർ ആയതുകൊണ്ട് തന്നെ നല്ല ഒരു ബാറ്ററി എഫിഷ്യൻ്റ് ആയിട്ടുള്ള പ്രോസറാണ്. പക്ഷേ Realme 9 Proയിൽ നിന്ന് 10 Proയിലേക്ക് വന്നപ്പോൾ പ്രോസസറിൽ ഒരു അപ്ഗ്രേഡ് വന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതുപോലെ 6GB 8GB എന്നീ 2 RAM വേരിയൻറ്റുകളുണ്ട്. LPDDR4X RAM ആണ്. 128GB ആണ് ഇതിൻ്റെ ഒരു ഇന്റേണൽ മെമ്മറി വേരിയൻറ്റ്. UFS 2.2 ആണ്. ഇതെല്ലാം
എല്ലാം കൂടി ചേർന്നുകൊണ്ട് ഈ ഒരു സ്മാർട്ട് ഫോൺ ഏകദേശം 4,14,000 സമ്മാനിക്കുന്ന ഒരു AnTuTu സ്കോർ. ആ ഒരു AnTuTu സ്കോർ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സ്മാർട്ട് ഫോൺ ഒരു മീഡിയം റേഞ്ചിന് അടുത്ത് നിൽക്കുന്ന പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു സ്മാർട്ട് ഫോൺ ആണെന്ന് പറയേണ്ടി വരും. എന്ത് തന്നെയായാലും കോൾ ഓഫ് ഡ്യൂട്ടി പോലുള്ള ഗെയിമൊക്കെ നമുക്കൊരു മീഡിയം സെറ്റിംഗിൽ കളിക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഈ ഒരു സ്മാർട്ട് ഫോൺ വരത്തില്ല എന്ന് ഉറപ്പിച്ച് പറയാം. അടുത്തതായിട്ട് നമുക്ക് ഇനി ഫോണിന്റെ ക്യാമറ വിഭാഗത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാക്കിൽ ഇത്തവണ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു കട്ടിംഗ് ഇത്തവണ റിയൽമി വരുത്തിയിട്ടുണ്ട്. അതായത് പ്രൈമറി ക്യാമറ 9 പ്രോയിൽ നിന്ന് 64 മെഗാ പിക്സൽ ആയിരുന്നത് ഇവിടെ 108 മെഗാ പിക്സലായിട്ട് ഉയർത്തി. പക്ഷേ 8 മെഗാ പിക്സലിന്റെ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ റിയൽമി 9 പ്രോയിൽ ഉണ്ടായിരുന്നത് ഇവിടെ ഒഴിവാക്കി. പിന്നീടുള്ളത് പേരിന് വേണ്ടി 2 മെഗാ പിക്സലിന്റെ ഒരു പോർട്രേറ്റ് സെൻസറാണ്. അപ്പോൾ ഈ 2 മെഗാ പിക്സലിന്റെ പോർട്രേറ്റ് സെൻസർ കൊണ്ടൊന്നും വലിയ ഉപയോഗമൊന്നുമില്ല. നമുക്ക് 108 മെഗാ പിക്സൽ അത് മാത്രമേ ഇച്ചിരിയെങ്കിലും ഉപയോഗം ഉണ്ടെന്ന് പറയാൻ പറ്റൂ. അതുപോലെ സെൽഫി എടുക്കുന്നതിന് വേണ്ടി ഇത്തരത്തിൽ പഞ്ച് ഹോളിൽ 16 മെഗാ പിക്സലിന്റെ സെൽഫി സെൻസറും ഈ ഒരു സ്മാർട്ട് ഫോൺ അത് നൽകിയിട്ടുണ്ട്. ഒരുവിധം ഡീസന്റ് എന്ന് പറയാവുന്ന തരത്തിലുള്ള ക്യാമറ പെർഫോമൻസ്, അല്ലാതെ ഒരു വൗ ഫാക്ടർ ഒന്നും ക്യാമറയിൽ നിന്ന് നൽകുന്നില്ല എന്ന് ഓർപ്പിക്കട്ടെ. ഇനി ഇതിന്റെ വീഡിയോ വിഭാഗത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബാക്ക് ക്യാമറയിൽ മാക്സിമം 1080p 30 ഫ്രെയിംസ് പെർ സെക്കൻഡ് വരെയുള്ള വീഡിയോകളെ ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. അതുപോലെ തന്നെ ബാക്ക് ക്യാമറയിലും നമുക്ക് മാക്സിമം 1080p 30 ഫ്രെയിംസ് പെർ സെക്കൻഡ് വരെയുള്ള വീഡിയോകളെ ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. അടുത്തതായിട്ട് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ബാറ്ററി സൈഡിലേക്ക് വന്നാൽ അതും റിയൽമി 9 പ്രോയിലേതുപോലെ തന്നെയാണ്. 5000 mAh ബാറ്ററിയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന് കരുത്ത് പകരുന്നത്. അത് ചാർജ് ചെയ്യാനായിട്ട് 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും കൊടുത്തിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല. അതുപോലെ ഈ ഒരു സ്മാർട്ട് ഫോൺ 2 വ്യത്യസ്തങ്ങളായിട്ടുള്ള നിറങ്ങളിലാണ് ലഭിക്കുന്നത്. നെബുല ബ്ലൂ എന്നറിയപ്പെടുന്ന ഈ ഒരു കളർ, ഡാർക്ക് മാറ്റർ എന്നറിയപ്പെടുന്ന കുറച്ച് ഡാർക്ക് കളറിലെ ബ്ലാക്ക് കളറിലെ ഒരു കളർ വേരിയന്റുമാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ. അടുത്തായിട്ട് നമുക്ക് ഇതിന്റെ പ്രൈസ് ആണ് പറയാനുള്ളത്. 6GB 128ന്റെ വില 18,999 രൂപയും 8GB 128ന്റെ വില 19,999 രൂപയാണ്. ആ വിലയ്ക്ക് ഓക്കെ. എന്നെ പക്ഷേ ഇപ്പോഴും കണ്ണുടക്കിയിരിക്കുന്നത് അതിന്റെ ഡിസ്പ്ലേയിൽ റിയൽമി 10 Pro Plus ആണ്. ഡിസ്പ്ലേ മാറിയ ഡിസ്പ്ലേ ആണ്. പക്ഷേ ബാക്ക് ഡിസൈൻ കുറച്ചും കൂടി എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ പറഞ്ഞ റിയൽമി 10 പ്രോയുടേതാണ്. അപ്പോൾ റിയൽമി 10 പ്രോയുടെ ബാക്ക് ഡിസൈനിൽ ഇതുപോലെ കർവ് ഡിസ്പ്ലേ ഒക്കെ ആയിട്ട് വന്നെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു 10 പ്രോയ്ക്കും കൂടെ കർവ് ഡിസ്പ്ലേ കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ വേറെ ലെവലായേനെ എന്ന് എനിക്ക് ഒരു അഭിപ്രായമാണ്. എന്തായാലും മറ്റൊരു പ്രോഡക്റ്റിൻ്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ സ്റ്റേ സേഫ്. ബൈ.